ബിഗ് ബോസിന്റെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ ജയിൽ നോമിനേഷന്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ജയിൽ നോമിനേഷന്റെ പ്രൊമോയുടെ ഇടയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസും അനുമോളും തമ്മിൽ വഴക്കാണെന്ന്. ഷാനവാസ് അവിടെ വഴക്കുണ്ടാക്കുന്നതും റേസ് ആവുന്നതും എല്ലാവരുമായിട്ട് തർക്കിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം മിക്കവാറും ഇത്തവണത്തെ ജയിൽ നോമിനേഷന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അനീഷിനും ഷാനവാസിനും ആകാനാണ് സാധ്യത കൂടുതൽ. ഷാനവാസിന് ലഭിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫുഡ് ഉണ്ടായിരുന്ന പ്ലേറ്റ് വലിച്ചെറിയുകയും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ള മേറ്റ്സ് എല്ലാവരും കൂടെ ഷാനവാസിനെ മിക്കവാറും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അനീഷിനെയും എല്ലാവരും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ജയിൽ നോമിനേഷന് അനീഷാണ് വന്ന് പറയുന്നത്. അനീഷ് പറയുന്നത് ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും അഹങ്കാരം തലയ്ക്ക് പിടിച്ചൊരു വ്യക്തിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് മൊത്തത്തിൽ നാടകമാണ് ഇങ്ങേര് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഡബിൾ സ്റ്റാൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ബിന്നി ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്കാണ് രണ്ടു ഷാനവാസിനെ എതിരെ പറയുമ്പോഴാണ് ഷാനവാസ് പറയുന്നത് ഞാൻ എന്ത് കാണിച്ചാലും മാത്രം കുറ്റം, ബാക്കിയുള്ളവർ കാണിക്കുമ്പോൾ എല്ലാം കുട്ടിക്കളിയാണെന്നും പറഞ്ഞാണ് ഷാനവാസ് തർക്കിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ അനുമോള് വന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നൊരു വ്യക്തിയൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കളിക്കാനും കൂടെ വേണ്ടിയാണ് വന്നേക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി കളിക്കാനാണ് വന്നേക്കുന്നത്, അതായത് ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും വേണ്ടി എല്ലാന്നും പറഞ്ഞുകൊണ്ട് അനുമോളും തർക്കിക്കുന്നുണ്ട്. അപ്പം അനുമോളും ഷാനവാസും തമ്മിലുള്ള തർക്കം മുറിച്ചിട്ട് കഴിയുമ്പോൾ അനീഷ് ഇടപെടുമ്പോൾ എല്ലാവരും കൂകി വിളിക്കുന്നുണ്ട്. ബിന്നിയും ലക്ഷ്മിയും ഒക്കെ അനീഷിനെ കളിയാക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആരാകും നാളെ ജയിൽ നോമിനേഷന് പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാലുടനെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള BB ഹൗസിന്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, ലൈക്ക് ചെയ്യാവുന്നതും കമന്റ് ചെയ്യാവുന്നതുമാണ്.